ആ അപ്പൊ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പിടിക്കും സാധനം ഗൈസ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഒരു സോംബി, ഇവനാണ് ഡോക്ടർ സോംബി. വേറെ രൂപത്തിലും വേറെ ഭാവത്തിലും വരുന്ന ഒരു വൃത്തിയായിട്ടാണ്. നമുക്ക് അറിയാലോ ആരത്? ഈ കൊരങ്ങൻ തന്നെ സംസാരിക്കണം. നീ എന്താ ഊമേ? ഇല്ല കൈസ് ഇത് ഹീറോ ബ്രെയിന്റെ കളിയാന്ന് തോന്നിട്ടാ നോക്കിയത്. മരത്തിന്റെ പകുതിയാലാണ് ഞങ്ങള് മുറിച്ചോന്നാലാട്ടാ സത്യായിട്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹീറോ ബ്രെയിന്റെ ഇതുണ്ട്. അത് ഇതിന്റെ ആയിട്ട് കൂടെ വന്നിട്ടാ. ഇത് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങള് ഇത് ഉണ്ടാക്കിയ ക്രിയേറ്ററുടെ വീട് തെറി വിളിച്ചു, ചീത്ത വിളിച്ചു. ഞങ്ങളെ കുഴപ്പമില്ലാട്ടാ. എടാ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിക്കോ. അയ്യോ പൊട്ടര പച്ച നമുക്ക് ടീ ഉണ്ടാക്കിട്ട് വല്ല ട്രാപ്പ് പറ്റല്ലോ. നിനക്ക് ചീഫ് എക്സ് ഡി അറിയോ? ആര്? എന്താ എടാ അയ്യോ കിട്ടിയതാ. ഞാൻ വെറുതെ അടിയില് മറ്റേ കഞ്ഞ് മൈൻഡ് വന്നാ ഡിഗ്രി അടിയൊക്കെ പിടിക്കുന്നേ കുഴിക്കോടെ ഗൈസ് ലക്കിന്റെ അങ്ങേറ്റം. നോട്ടെ ഓ ഞാൻ രണ്ടായി മൈൻഡ് ചെയ്യണ്ടേ? കുഴപ്പമില്ല. എന്തോരാണത് എന്തോരം ക്രാഫ്റ്റിംഗ് ടേബിളാ. ഓ നീ കഴിഞ്ഞ പ്രതിയായിട്ടോ ഇവിടെ 3 ആയുണ്ട് എന്റെ കയ്യില്. നമുക്ക് ഇത് കുക്ക് ചെയ്യാം. നാളെ രാത്രി ആവണ്ടാ ഇത്ര ഇടുന്ന ഹാർഡ് മോഡാണോ? ചെലപ്പോ ആയിരിക്കും. ഹാർഡില്ലല്ലോ. ആ ചെലപ്പോ ഇത് ഡിഫോൾട്ടേക്ക് ഹാർഡ് ആയിരിക്കണം. മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ലല്ലേ ഡിഫോ. അതായത് ഞാൻ ഇപ്പൊ നോർമൽ ഈസി കിട്ടാലും ഇതിന്റെ ക്രിയേറ്ററിന്റെ ഇതായിക്കൊണ്ട് ചിലപ്പോ ഹാർഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ എവിടെയാ ഇതുള്ള 3 ആയും കിട്ടിട്ടാ. ഒരു പിക്കാക്സ് ഉണ്ടാക്ക്. ഷീൽഡ് ഉണ്ടാക്കി പോരെ? ആ ശരിയാ ഷീൽഡാ കണ്ടേ. കോളൊന്നുമില്ലല്ലോ ഇവിടെ. 2 ഷീൽഡ്. നിനക്കൊരു ഷീൽഡ് എനിക്കൊരു ഷീൽഡ്. ഒരെണ്ണം ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ സെറ്റായി. നമ്മള് അത്യാവശ്യം സെറ്റാണ്. ക്രാഫ്റ്റിന്റെ ഇത്ര ഉള്ളവരെ പേടിക്കാന്നില്ല. ഈ ഗൈസ് അവനെ കാണാനില്ലട്ടാ. നിങ്ങള് ബിസായി. നിന്നെ തന്നെ ഞാൻ കണ്ടുപിടിച്ചു. ഇതായിട്ട് കേഴ്സറായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ വേൾഡ് സ്മൂണിന് എന്തോ ഒരു കുഴപ്പം എനിക്ക് തോന്നാന്ന്. എനിക്ക് തോന്നണ്ട അങ്ങനെ. നിനക്കൊരു ചെറിയ ലാഗ് അടിച്ചാ വേറെ ഇവിടെ ലഷ്കേ വിടുക. നമുക്ക് കൊടുക്കത് ലക്കാടാ. എന്താ ലഷ്കേവിന്റെ സ്ഥലം എന്തൊക്കെ സംസാരിച്ച് കുറെ വെളുപ്പൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കുറെ നേരം എടുത്തു ഗൈസ്. അങ്ങനെ അവസാനം രാത്രി. അപ്പൊ ഈശാൻ എന്തോ കണ്ടു എന്നൊക്കെ കൊണ്ടാ വിളിച്ചേ. എന്തോ കണ്ടുന്ന് അവൻ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താ നോക്ക് ബാക്കിക്ക് നോക്ക്. ആരാ ബാക്കിക്ക് നോക്കടാ. എന്റെ പോടാ അമ്മ. എന്ത് കണ്ടു ഫസ്റ്റത്തത് കണ്ടു. എടാ എന്താ പറയണ ഫസ്റ്റത്തെ സൈനാ. പോയി നോക്കിയാലോ? ഇവിടെ ഉണ്ടാക്കിയുള്ള വീട് കേവാക്കിയാലോ? കേവാക്കാം ലാഭാ വുഡൊക്കെ.
ദേ ഇവിടെ വാ, ദേ പിന്നില് സോംബി. അവൻ തട്ടിയേ. അയ്യോ ലേറ്റില്ല. കുഴപ്പമില്ല എനിക്ക് ലൈറ്റ് ഉള്ള പോലെ ഉണ്ട്. ഈ ദേ ഇവിടുത്തെ ഇത് കാരണം ഇട് കിട്ടുന്നുണ്ട്. നിന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇടണം. അതാണ് 20 ഫുഡ് ഉണ്ട്. ഞാനേ പോയിട്ട് ഇത്തിരി ഫുഡ് എടുത്തിട്ട് വരാം. നിന്റെ ഒരു അയണില്ലേ? ആ നമുക്ക് 2 ഇതുണ്ടാക്കാം. സോഡ്, അയൺ സോഡ്. എന്നാ അവിടെ ഇട്ടുണ്ടേ. ഞാൻ പോയിട്ട് ഇത്തിരി ഫുഡ് എടുത്തത്. എന്റെ അടുത്തല്ല. ഞാൻ തുറന്നുണ്ട്. വാ കേറ്. നീ കണ്ട അയ്യോ അത് കിടക്കി. നീ കണ്ട ഞാൻ കണ്ടു പുറത്തിറങ്ങി. ഞാൻ കണ്ടു. എന്നെ കൊണ്ടുപോയി. ഞാൻ ഓടാ. അയ്യോ നീ ഏത് വഴി ഓടിയേ? വീടെടുത്തു. ഞാൻ 1.5 hours. സൗണ്ട് എനിക്ക് കേക്കണ്ട്. സോംബിയാ. നീ എവിടെ പോണേ? ഞാൻ നമ്മള് പോണ സ്ഥലത്തല്ല, ഞാൻ അത് വേറെ സ്ഥലത്ത്. എനിക്ക് നിന്റെ നെയിം ടാഗ് കാണാം. നിന്നെ ഓടിപ്പിക്കണ്. എന്റെ അടുത്തുണ്ട്. അയ്യോ സൗണ്ട് ഞാൻ കണ്ടു. അവിടെ ഇവിടുന്ന് മാറിപ്പോ എന്നെയാണ് ടാർഗറ്റ് ചെയ്യണപ്പോഴും. ഓടുക്കപ്പുണ്ട്. അവിടെ എന്നെ വീണ്ടും പിടിച്ചോടാ. അപ്പൊ എന്നെ ടാർഗറ്റ് ചെയ്യണില്ലല്ലോ. ടാർഗറ്റ് ചെയ്യണില്ല. നീ എന്നെ വാഴയ്ക്ക് വലിച്ചെടുക്കണേ. എന്നെ കൊണ്ടായി. അമ്മേ ഓടിക്കോട്ട. എവിടേക്കൊക്കെ ഓടിക്കോ. പിന്നെ വീടിന്റെ ഉള്ളോടെ വീടൊക്കെ വാ നമുക്ക് പോവാ. എന്റെ മോന് അവിടെ ഇത്ര പോയി ആളില്ല. എന്റെ അമ്മേ. അയ്യോ നിനക്ക് ഹാർട്ടൊക്കെ വന്നാ? എനിക്ക് എന്തോ അല്ലേ. ഞാൻ മരം വെട്ടി തല കണ്ടിപ്പ അത് ഇല്ലടാ പോയിട്ടില്ല. പോവില്ല. സൈറൻ ഹെഡ് ഓടി വെള്ളത്തിൽ ചാടി. നീ എവിടെയാ? എന്റെ പേര് നമുക്ക് ബോട്ട് നോക്കി രക്ഷപ്പെടാം. നീ ഓടിക്കോ. നീ പോ. എന്നെ പിടിക്കില്ല. ഓട്. ചെലപ്പോ എന്നെ പിടിക്കും. ഓടിപ്പോ. ബോട്ടുണ്ടാക്കാൻ നിക്കാതെ. നീയും വാ. ഞാനും വരുന്നുണ്ട്. അടിക്ക് പോയാ മതി. ഏറ്റവും അടിക്ക് പോയാ മതി. എടാ പൊട്ടിക്കടാ. അതിന്റെ ഇടയ്ക്ക് ട്രേഡുണ്ട് പ്രാമ്പൻ. ഈ കോപ്പല എന്നെ വിട്ട് പോണില്ലോടാ. അപ്പൊ നിന്നെ പിടിക്കും. ഞാൻ നിന്നെയും പിടിക്കും. എന്നെ മാത്രല്ല. ഞാൻ ബോട്ടും കൊണ്ട് വരാൻ കേറിക്കോളൂ. ഞാൻ ചാവും. യു ആർ ഇൻ സേഫാ. യു ആർ ഇൻ ഡെഡ് ഏരിയ. ഇഷാനെ ഞാൻ സേഫായി. നീ സീനായിട്ടുള്ള ഏരിയയിലാണ്. ഞാൻ സേഫായി ഇഷാനെ. നീ എവിടെയാ? ഓ എന്നെ പ്രീബോർഡിന് ഇത്ര സീനാണവൻ. നീ വരുന്നിട്ട് വിചാരിച്ചേ? ഹെഡ് ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റത്തെ ദിവസം തന്നെ വരുമെന്ന് വിചാരിച്ചു. നീ വിചാരിച്ചായിരുന്നാ? ഞാൻ വിചാരിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത്. തൊട്ട് പിന്നാലെ ഭാഗ്യം. കാടാ ഇനിയിപ്പോ എന്ത് നല്ലൊരു വീടുണ്ടാക്കണം. നമ്മുടെ വീടൊക്കെ പൊളിച്ചു. നമുക്കവരെ ട്രാപ്പ് ചെയ്യണം. എടാ ഈ വലിയ സാധ്യതയാ. നീ കണ്ടില്ലേ? ഞാൻ കണ്ടു. അതാ പറഞ്ഞിട്ട്. എന്താ അങ്ങോട്ട് നോക്ക്. എന്തിട്ടാ നോക്ക്. ഞാനും വരാം. വെയിറ്റ്. ഞാൻ വിളിക്കുക. പിന്നാലെ ഇപ്പൊ നാളില്ലാത്ത. എടാ എനിക്ക് ബ്ലോക്കില്ല. ഭാഗ്യാവുന്ന നമ്മളെ കണ്ടിട്ടില്ല. യു ആർ ഇൻ സേഫ് ഏരിയ എന്നല്ലേ കാണിച്ചേ? എനിക്കൊരു ബോ ഉണ്ടായിരുന്നെങ്കിൽ. ബോ ഉണ്ടായിരുന്നു. നീ അവന്റെ HP ഉണ്ടോ? നീ അവന്റെ അതൊന്നും എനിക്കറിയണ്ട. അവൻ പോയടാ. രാവിലെ ഇപ്പൊ അവന്റെ പവർ കുറഞ്ഞോണ്ടിട്ടാ. ഇപ്പഴല്ലേ ഫുള്ള് രാവിലെ. നേരത്തെ രാവിലെ എന്തോ സാധനം വിടുന്നു. ചോപ്പ് കളറ്. എന്റെ മോനെ എന്താടാ കാണിക്കണോടെ?
ഞാൻ സേഫാ. നിനക്ക് കാണണ്ട അവൻ എനിക്കെല്ലാം കാണുന്നുണ്ട്. അയ്യോ ഞാൻ സേഫ് അല്ലാന്ന് തോന്നുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞ് ഈ സ്വീഡനിൽ അകത്ത് കൂടുന്ന വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറെ അവിടെ നിന്നൊക്കെ മാറി കുറേ സ്ഥലത്ത് ഓടി, എന്നിട്ട് കുറെ വുഡൊക്കെ മയം ചെയ്ത് ഒരു ചെറിയൊരു വീട് തട്ടിക്കൂട്ടി മേളിലായിട്ട്. അതുകഴിഞ്ഞിട്ട് വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഫയർ ഹെഡിൻ്റെ ഇത് ഒന്നും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ അങ്ങോട്ട് എന്ത് ആയിരിക്കും ഗൈസ്. മനസ്സിലായി. എന്നെ റീച്ച് ആവണ സമയത്ത് വരാ പൊട്ട അവിടെ വിളിച്ച് പോയുണ്ടോ മിക്കവാറും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഞാൻ പോരാം. അങ്ങോട്ട് പോണു രാവിലെയാടാ മൈനല്ല എന്താ വുഡ് മൈനുണ്ടേ. സാധനത്തിന് വേണ്ടി ഒന്നുമില്ല ഗൈസ്, ഒരു പെട്ടിക്കൂട് പിന്നെ 10 അയ്യണൊക്കെ എനിക്ക് കിട്ടി. ഞങ്ങൾ ഇത്തിരി എക്സ്പ്ലോറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി മരം വെട്ടാൻ വേണ്ടി പോയി ഗൈസ്. അപ്പോൾ മരത്തിൻ്റെ നല്ല ക്ഷാമം ഉണ്ടായിരുന്നു. ഞാൻ മരം വെട്ടാൻ വേണ്ടി പോയി. പിന്നെ കെൽപ്പൊക്കെ നമ്മൾ ഡ്രൈഡ് കെൽപ്പായിട്ടാണ് ഗൈസ് നമ്മൾ ഫുഡൊക്കെ സെറ്റ് ആക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഗ്ലാസ്സൊക്കെ വെച്ച് പിന്നെ വീണ്ടും ഫയർ ഹെഡ് വന്നു ഗൈസ്. നിങ്ങളൊന്ന് കണ്ടോക്ക്. അത് വീഡിയോ കണ്ട് ചാനൽ സബ് ചെയ്തൊരു സബ് ചെയ്യ് ഗൈസ്. പൊട്ട നിനക്കൊന്നും കാണല്ലേ? എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറത്തൊക്കെ അറിയാൻ നോക്കണ വാഴ. അമ്മച്ചി വന്നിക്കണ അമ്മച്ചി. ഞാൻ ഒരുത്തരം കൊണ്ട് വരണ്ടാ കൊണ്ടുവരേ നമ്മുടെ വീട്ടിൽ. ഇവൻ എന്താ വരാത്ത? എനിക്ക് ഇവൻ വരണം. ഇത്തിരി പേടി പിടിങ്ങി അവൻ വരണം. ഞാൻ അവനെ കൊണ്ടുവരാൻ പോവാ നമ്മുടെ വീട്ടിലേക്ക്. യു ആർ ഇൻ സേഫ്. എനിക്ക് സേഫ് ആവുന്നത് ഇഷ്ടല്ല. ഇഷ്ട എന്റെ അടുത്തുണ്ട്. സൗണ്ട് കേട്ടു. മനസ്സിലായി. എന്റെ അടുത്തുണ്ട് മനസ്സിലായി. വന്നു ഓ ഭൂമി കൊലിക്കണ്. എടാ എന്നെ കൊണ്ട് എന്നെ കഴിക്കണേ. ഞാൻ ഏറ്റവും മേളിലായത് കൊണ്ട് കുഴപ്പമില്ല. ഓ എന്റെ 2 പല്ലി ഞാൻ കണ്ടു. ഞാൻ ഏറ്റവും മേളിലാടാ. ഓ എന്റെ പൊന്നു പോലെ. എടാ അവനെ അടിക്കാൻ പറ്റുമോ? നിന്നെ തെറിപ്പിച്ചാ ചത്തൂല്ലേ? ഞാൻ പറഞ്ഞില്ല പൊട്ടിട്ടുണ്ട്. നീ പക്ഷെ മേടിക്കാ ഉള്ളിലത്തെ പൊട്ടിച്ചില്ലേ? ഇവിടേക്ക് അവൻ മേടിക്ക് കേറിയത് നീ കണ്ടില്ലേ? ഞാൻ അവന്റെ നിക്കണ്. അപ്പോട്ടെ മേടിക്കും കയറോ? അടിക്കാൻ പറ്റില്ല. അവനടിക്ക്. അയ്യോ ഞാനാണോ നിന്നെ വന്നേ? കുറിക്കതേ. എടാ അയ്യോ എന്നെ തിന്നേ. അന്യം ഭാഗ്യം. ഞാൻ പോയിടാ. ഇറങ്ങി പൊട്ടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? അവര് തീരാടാ. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് പൊട്ടിക്കുന്നു. അപ്പൊ നീ എന്നെ വിശ്വസിച്ചില്ല. അതിന്റെ ഡാമേജ് ഇപ്പൊ കൊറയാണല്ലേ? നമ്മുടെ ബേസോ അത് നമുക്ക് എന്ത് അവന് ഇവിടുന്ന് ഇപ്പൊ മഞ്ഞ കൊണ്ടുപോകാൻ അവനെ നീ ഇറങ്ങി ഓടും. നമുക്ക് പിന്നെ അവിടുന്ന് കൊണ്ടുപോകാം. നമ്മുടെ സ്പോൺ അവിടെ ഇരിക്കുന്നു. പേടിക്കണ്ട. അവനെ ഇവിടുന്ന് കൊണ്ടുപോകാം. വാ അപ്പൊ വരും. അവന് നമ്മൾ കണ്ട് പറ്റില്ല. വരട്ടെ. അവനാര്? നമ്മുടെ ഗേൾ ഫ്രണ്ട്. എന്റെ പിന്നാലെ ഓടിട്ടാ. എന്റെ പിന്നാലെ ഉണ്ട്. ഓടിക്കോ. ഓ ഭാഗ്യം. അവന്റെ രക്ഷൂട്ട് തൽക്കാലത്തേക്ക്. നമ്മുടെ പണ്ടത്തെ പൈസന്റെ ഉള്ളിൽ കയറി. ഓ ഭാഗ്യം. പണ്ടത്തെ പൈസ ഇവിടെ ഉണ്ടല്ലേ? ഓ ഭാഗ്യം. ഈ ബേസ് നല്ലതാ. ഇത് അടിയിലേക്കണോ? അവനെ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ലേ? കണ്ടാ പറ്റില്ല. നമ്മൾ എടുക്കാൻ പറ്റുമവന്. അപ്പൊ നന്നായിട്ട് അടിക്ക് പോണം, അല്ലെ നന്നായിട്ട് മേടിക്ക് പോണം. അപ്പൊ ഇതിവിടെ അടിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ വീട് നിർത്തണം. അപ്പൊ എന്തായാലും അടുത്തൊരു വീട്ടിൽ കാണാം. ബൈ. പീസ് ഔട്ട്.